പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. എൻ പേർക്കായി യേശു മരിച്ചതിനാൽ യേശുവിനായി ഇനി ഞാൻ ജീവിക്കും. എൻ പേർക്കായി യേശു ഉയർത്തതിനാൽ ഒടുവിൽ ഞാൻ അവനിൽ ചേർന്നിടും. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. നിറവോലും പ്രഭയിൽ മുഴുകുന്നു.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു വന്നു. ലാസറിൻ്റെ വീട് ശബ്ദമുഖരിതമായി, ശബ്ദായമാനമായി. അവിടെ ആളും പേരുമായി ധാരാളം പേര് വരുന്നു. കർത്താവിൻ്റെ വചനം അവിടെ മുഴങ്ങുന്നു. യേശുവിൻ്റെ വചനം ഒരു വീട്ടിൽ മുഴങ്ങുക എന്തൊരു ഭാഗ്യമാണെന്നോ. യേശുക്രിസ്തുവിൻ്റെ വചനം ഒരു വീട്ടിൽ മുഴങ്ങുക. നിങ്ങളുടെ വീട് യേശുവിന് വേണ്ടി തുറക്കണം. വീട് യേശുവിന് വേണ്ടി, യേശുവിൻ്റെ വചനത്തിന് വേണ്ടി തുറക്കണം. നാട് യേശുവിന് വേണ്ടി തുറക്കണം. അതാണ് പിശാചിന് ഏറ്റവും വിഷമമുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ യോഗത്തിലേക്ക് ആരും പോവല്ലേ എന്ന് പിശാച് പറയുന്നത്. കാരണം യേശുവിന് വേണ്ടി ആരെങ്കിലും ഉള്ളു തുറന്നാൽ അവൻ രക്ഷപ്പെടും. പിശാചിന് സഹിക്കില്ല. അവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് യേശുവിൻ്റെ വചനം അവിടെ മുഴങ്ങി. യേശുവിൻ്റെ വചനം മുഴങ്ങിയപ്പോൾ ചങ്ങലകൾ തകരുന്നു, അനേകർ രക്ഷപ്പെടുന്നു, അനേകർ സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരുന്നു. അപ്പോൾ പിശാചിന് സഹിക്കുന്നില്ല. അതുകൊണ്ട് പിശാച് അവൻ്റെ ഏജന്മാരിൽ കൂടി പറയുന്നു, ആ കൂട്ടായ്മയ്ക്ക് പോകണ്ട, അങ്ങോട്ട് പോകല്ലേ, അവിടെ പോകല്ലേ, അവിടെ പോയാൽ ദോഷമാണ്, വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ, അങ്ങോട്ട് പോകണ്ട, പോയാൽ നടപടിയെടുക്കും. അയ്യോ പാവങ്ങൾ, സാധുക്കൾ പേടിച്ചു പോയില്ലേ, പാവപ്പെട്ടവർ പേടിച്ചു പോയില്ലേ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു, ജീവനുള്ള ക്രിസ്തു, അവിടുന്ന് ഇന്ന് പ്രവർത്തിക്കുന്നു. അന്ന് ലാസറിൻ്റെ ഭവനത്തിൽ യേശു വന്നു. യേശുവിടെ രാപാർക്കാറുണ്ട്, യേശുവിടെ വചനം പറയാറുണ്ട്, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. എന്ത് സന്തോഷമായിരുന്നു. കുറേ കാലം മൂകത മുറ്റിയ വീട് ഇന്ന് ശബ്ദമുഖരിതമായി തീർന്നു. കുറേ കാലം മൗനം പൂണ്ട വീട് ഇന്ന് നല്ല ശബ്ദായമാനമായി മാറി. എന്തൊരു ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. മാർത്തയുടെ മുഖത്ത് പ്രസരിപ്പ്, മറിയയുടെ മുഖത്ത് പ്രസാദം, ഇപ്പോൾ ലാസറിൻ്റെ മുഖത്ത് സന്തോഷ പ്രസരിപ്പ്, സന്തോഷത്തിൻ്റെ പ്രചരിമ, സന്തോഷത്തിൻ്റെ പ്രചുരിമ. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, കേൾക്കൂ. എത്ര പെട്ടെന്നാണ് കാലം മാറുന്നത്, എത്ര പെട്ടെന്നാണ്. ലാസർ രോഗിയായി. അതെന്താ? യേശു വരുന്ന വീട്ടിൽ രോഗം ഉണ്ടാകാൻ പാടുണ്ടോ? യേശു വരുന്ന വീട്ടിൽ മരണം ഉണ്ടാകാൻ പാടുണ്ടോ? യേശു വരുന്ന വീട് എന്നല്ലേ പറയുന്നത്. അവിടെ എന്താ രോഗം ഉണ്ടായത്? ചോദിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന് മറുപടി പറയാൻ എനിക്ക് കഴിവുമില്ല. പക്ഷെ എനിക്കൊന്നറിയാം, ദൈവത്തിന് സ്തോത്രം, മരണം ഉണ്ടായാലും അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ യേശു വരും. ദൈവത്തിന് സ്തോത്രം. അത്ര എനിക്കറിയാം. ഒരുപക്ഷെ വൈകിയെന്ന് തോന്നിയാലും യേശു വൈകുകയില്ല, യേശു ഒന്ന് പ്രവർത്തിക്കും. അത്ര എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ലാസർ രോഗിയായി. സഹോദരിമാരെ വേഗം ആളയച്ചു. യേശുവിന് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു അറിയിച്ചു. യേശുവിനോട് കാര്യം അറിയിച്ചു. അവർക്ക് സന്തോഷമായി. യേശു വരും, ലാസറിൻ്റെ അസുഖം മാറ്റും. നല്ല ഉറപ്പാണ്. എത്രയോ പേർക്ക് അസുഖം മാറ്റുന്നവർ കണ്ടിട്ടുണ്ട്. അവർ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു വന്നില്ല. യേശു വന്നില്ല. യേശു കാര്യം പറഞ്ഞു. പിന്നെ എന്താ വരാഞ്ഞത്? പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേൾക്കൂ. ചിലപ്പോൾ ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ആൻസർ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ തന്നെ മറുപടി കിട്ടിയില്ല എന്ന് വരും. നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങൾ കർത്താവേ, ഞാൻ എന്നെ തന്നെ വിശദീകരിച്ച് മനസ്സറിഞ്ഞൊരു പാവം വരെയില്ലെന്ന് തീരുമാനിച്ചിട്ടാണല്ലോ ഞാൻ ഈ പരീക്ഷ എഴുതിയത്. പിന്നെ എന്ത് ഞാൻ പരീക്ഷ തോറ്റത്? മോനെ, നീ അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ കർത്താവേ, ഞാൻ ഇനി ഏതായാലും പാവമില്ലാതെ ഞാൻ ജീവിക്കും. എൻ്റെ കർത്താവേ, ഈ വിവാഹാലോചന നല്ല രീതിയിൽ വരണമേ, അത് വിവാഹം നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എന്താ കർത്താവ് വിവാഹം നടക്കാതെ പോയത്? അങ്ങനെ പറയരുത്. എൻ്റെ കർത്താവേ, ഞാൻ മനസ്സറിഞ്ഞൊരു പാവം വരെയിൽ തീരുമാനിച്ചാണല്ലോ ഞാൻ വിവാഹം ചെയ്യാൻ തുടങ്ങിയത്. എനിക്കെന്താ ഒരു കുഞ്ഞിനെ തരാത്തത്? നിങ്ങൾ നിരാശപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന് വേണമെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? എനിക്കറിയാൻ പാടില്ല. കർത്താവെ, എനിക്കറിയാൻ പാടില്ല. ഇത് നിങ്ങൾ പറയുക, കർത്താവെ എനിക്കറിയാൻ വയ്യ, അതിൻ്റെ രഹസ്യം എനിക്കറിയാൻ വയ്യ. ഇനി ഒരു നാൾ ഞാൻ അക്കരെ വരുമ്പോൾ എനിക്കത് മനസ്സിലാകുമായിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ ഞാൻ അക്കരെ വരുമ്പോൾ അന്ന് ഇതിൻ്റെയൊക്കെ രഹസ്യം അറിയുമായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ അതോടെ എൻ്റെ ഇഷ്ടം. അറിയണമെന്നുമില്ല. കർത്താവ്, എനിക്ക് ആകെ ഒന്നുണ്ട്, നീ ഒരു സെക്കൻഡ് പോലും എന്നിൽ മാറരുത്. നീ ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് മാറി നിൽക്കരുത്. ഒരു നിമിഷം പോലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പോകരുത്. നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ് കർത്താവേ. നീ ഇല്ലെങ്കിൽ ഞാൻ കരിക്കട്ടയാണ് കർത്താവേ. വെറും കരിക്കട്ട. എവിടെ വെച്ചാലും അവിടെ കരി പിടിപ്പിക്കും, എവിടെ വെച്ചാലും അവിടെ മലിനമാക്കും. അങ്ങനത്തെ കരിക്കട്ടയാണ് ഞാൻ. യേശുവേ, നീ ഉണ്ടെങ്കിലോ ഞാൻ തീക്കട്ടയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ഉണ്ടെങ്കിൽ തീക്കട്ട, യേശു ഇല്ലെങ്കിൽ കരിക്കട്ട. ദൈവത്തിന് സ്തോത്രം. അവർ ആളയച്ചു, കാത്തിരുന്നു. രോഗം കൂടിക്കൂടി വരുന്നു. രോഗം മൂർച്ഛിച്ചു. ഇവർക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്, യേശു ഇപ്പോൾ വരും. ഇല്ല, യേശു വന്നില്ല. രോഗം വർദ്ധിച്ചു. ലാസർ മരിച്ചു. അയ്യോ, സഹോദരിമാർക്ക് എന്തൊരു വിഷമായി. അയ്യോ, ലാസർ മരിച്ചു. കൂട്ടക്കരച്ചിലാണ്. യഹൂദന്മാരെല്ലാവരും വന്നൊരു കരയുന്നു. അനേകരിരുന്ന് കരയുന്നു.
ഈ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും വിതുമ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴിവിടെ കണ്ണ് നിന്ന് ഗേറ്റിങ്കിലേക്കാണ്. യേശു വരും, യേശു വരും, യേശു വരും. കാരണം യായിറോസിൻ്റെ മകൾ മരിച്ചു കിടന്ന് കിടക്കയിൽ കിടക്കുമ്പോൾ ആ ഡെഡ് ബോഡിയുടെ അരികിലേക്ക് യേശു വന്ന് ആ ബാലയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽപ്പിച്ചത് അവർക്കറിയാം. അതുകൊണ്ട് യേശു വന്നാൽ ഇപ്പോൾ വന്നാൽ മതി, ലാസറിനെ ഉയർപ്പിക്കും. കുറേ നേരമായി യഹൂദന്മാർ ധൃതി പിടിക്കുന്നത്. എത്ര നേരം വെച്ചുകൊണ്ടിരിക്കുന്നത്? മരിച്ച എത്ര സമയമായി? അടക്കണ്ടേ, അടക്കണ്ടേ? യഹൂദന്മാർ, വീട്ടുകാർ, സ്വന്തക്കാരൊക്കെ ബഹളം പിടിക്കുന്നു. അവർ പറഞ്ഞു ഇത്തിരി കഴിയട്ടെ, അല്പം കൂടി കഴിയട്ടെ. കാര്യം പറയുന്നില്ല, ഇത്തിരി കൂടി കഴിയട്ടെ. എത്ര നേരം? സമയം നീണ്ടു പോയി. അവർ ബലമായി ഡെഡ് ബോഡി എടുത്ത് ശവപ്പെട്ടിയിൽ വെച്ചു. അവർ നടന്നു തുടങ്ങി. സഹോദരിമാരെ ഏങ്ങലടിച്ചുകൊണ്ട് പറയുക നടന്നു. അപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട്. ആ നയ്യീൻ പട്ടണത്തിൽ വിധവയുടെ മകനെ ശവമടക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് യേശു എതിരെ വന്നത്. യേശു ശവമഞ്ചത്തെ തൊട്ടു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ വിധവയായ അവൻ്റെ അമ്മയുടെ കയ്യിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ശവസംസ്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ യേശു ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഞങ്ങളുടെ സഹോദരൻ ഉയർപ്പിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ യേശു വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കല്ലറയ്ക്കലെത്തി, കല്ലറ തുറന്നു, ഡെഡ് ബോഡി എടുത്ത് വയ്ക്കുന്നു. അപ്പോഴും അവർ പുറകിലേക്ക് നോക്കുക, യേശു വരുന്നുണ്ടോ, യേശു വരുന്നുണ്ടോ. വിതുമ്പലടക്കിക്കൊണ്ട്, ഏങ്ങലടി അടക്കിക്കൊണ്ട് അവർ പുറകോട്ട് നോക്കുകയാണ്. യേശു വരുന്നുണ്ടോ, യേശു വരുന്നുണ്ടോ. ഇല്ല, യേശു വന്നില്ല. ശവമടക്കി കല്ല് ഉരുട്ടി വാതിക്കൽ വെച്ചു. നിരാശയോടെ എല്ലാവരും പോന്നു. ഇവരും അവസാനം വെച്ച് അവരും പോന്നു. അടുത്ത ഒരു ദിവസം കഴിഞ്ഞു, അവർ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞു, ദാഹവുമില്ല, വിശപ്പുമില്ല. 3 ദിവസം കഴിഞ്ഞു, ദാഹവുമില്ല, വിശപ്പുമില്ല. അങ്ങനെ ഇരിക്കുകയാണ്. കരയാൻ മാത്രം. ഇപ്പോൾ കരയാനും കൂടി പറ്റില്ലാണ്ടായി, കരയാനും കൂടി ശക്തിയില്ലാതായി. പാവങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ്. യഹൂദന്മാർ ഇടയ്ക്കിടയ്ക്ക് പലരും വരും. അവർ സഹതാപത്തോടെ വല്ലതും പറയും, അവരെ ആശ്വസിപ്പിക്കാൻ നോക്കും. പക്ഷേ ആരെന്ത് പറഞ്ഞാൽ ആശ്വാസം കിട്ടുക? ആണെന്ന് പോയില്ലേ. എത്രയോ നല്ല നല്ല നാളുകളായിരുന്നു. കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട് സന്തോഷത്തിൻ്റെ ഭവനമായി മാറിയതായിരുന്നു. വീണ്ടും എല്ലാം തകിടം മറിഞ്ഞല്ലോ കർത്താവേ. സങ്കടത്തോടിരിക്കുകയാണ്. അപ്പോഴാണ് 4-ാം ദിവസം യേശു വരുന്നു. യേശു വരുന്നു. മാർത്ത ഓടിച്ചെന്നു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ നീ വന്ന് വൈകിപ്പോയല്ലോ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്ത ഓടിച്ചെന്ന് സഹോദരിയെ വിളിച്ചു, മാർത്തയെ വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. മറിയ അപ്പോഴും എഴുന്നേൽക്കുന്നില്ല. പരിഭവം കൊണ്ടാണോ? അങ്ങനെ വേദപുസ്തകം പറയുന്നില്ല. അവൾ എഴുന്നേൽക്കാത്തത്, കർത്താവിൻ്റെ അടുക്കലേക്ക് വരാത്തത് അവൾക്ക് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടാണോ? അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവൾ ആദ്യം എഴുന്നേറ്റ് വന്നില്ല. പക്ഷേ സഹോദരി പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു, നിന്നെ വ്യക്തിപരമായി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് പോയി. ചെന്നപാടി അവളും പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഈ സഹോദരിമാർ 2 പേര് ഏങ്കലടിക്കുന്നത് കണ്ടപ്പോൾ കർത്താവിൻ്റെ ഉള്ളങ്ങ് തകർന്നുപോയി. കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ വേദനിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളു വലയുമ്പോൾ നിങ്ങളുടെ ഒപ്പം വേദനിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ ഒപ്പം കരയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ കരയുമ്പോൾ കണ്ടു നിന്ന് രസിക്കുന്നവനല്ല ഈ ദൈവം. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ സഹതാപത്തോടെ കരയുന്നവനാണ് യേശു. യേശു നോക്കി നിൽക്കുന്നു. യേശുവിൻ്റെ കണ്ണ് നിറയുന്നു, കണ്ണുനീര് വടിഞ്ഞൊഴുകുന്നു. യേശുവിൻ്റെ കവളിലൂടെ കണ്ണുനീരൊഴുകി താഴോട്ട് വന്ന് പെറുപെറുന്നനെ വീഴുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, സഹോദരിമാർ യേശുവിനെ മുഖത്ത് കണ്ണുമുറിക്കാതെ നിൽക്കുകയാണ്. കർത്താവ് ചോദിച്ചു, അവന് വെച്ചത് എവിടെയാണ്? ആ കല്ലറ എവിടെയാണ്? അവന് വെച്ചത് എവിടെ? അപ്പോൾ സഹോദരിമാർക്ക് മനസ്സിലായി, അത്ര സ്നേഹമായിരുന്നല്ലോ ലാസറിനെ, അത്ര സ്നേഹമായിരുന്നല്ലോ. ഡെഡ് ബോഡി കാണാൻ പറ്റിയില്ല. ഇപ്പോൾ 4 ദിവസമായെങ്കിലും ഡെഡ് ബോഡിയെങ്കിലും ഒന്ന് കാണാനായിട്ട് യേശു പറയുന്നതായിരിക്കും, അത്രേ അവർ വിചാരിച്ചുള്ളൂ. അവർ മുന്നേ നടന്നു, യേശു പറയുക നടന്നു. ഉള്ളം നൊന്ത് കലങ്ങിക്കൊണ്ടാണ് യേശു നടക്കുന്നത്. സഹോദരിമാർ അങ്ങനെ തന്നെ കല്ലറയ്ക്കലെത്തി. അപ്പോൾ കുറേ യഹൂദന്മാരും അനുഗമിച്ചു. ഒരു കൂട്ടം ആളുകൾ കല്ലറയിലേക്ക് നീങ്ങുന്നു. 4 ദിവസം പോയി കല്ലറയിലേക്ക് പോകുമ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞതുപോലെ ഇപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഈ കൂട്ടം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ 4 ദിവസം മുമ്പ് ശവം കൊണ്ടുപോയപ്പോൾ യേശു കൂടെ ഇല്ലായിരുന്നു. ഇപ്പോൾ യേശു കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട്. യേശു കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും ഒരു സമാധാനമുണ്ട്. യേശു
അവരുടെ കൂടെ നടന്നു, കല്ലറയ്ക്ക് എത്തി. യേശു പറഞ്ഞു, കല്ല് നീക്കുവീൻ, ഇനി അവിടെ തടസ്സം നിൽക്കണ്ട, തടസ്സം മാറ്റുവീൻ, കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. മാർത്ത ചാടി പറഞ്ഞു, എൻ്റെ കർത്താവേ വേണ്ട കേട്ടോ, ഈ കല്ല് മാറ്റിയാൽ ദുർഗന്ധമല്ലേ അകത്ത്, 4 ദിവസമായില്ലേ, ചീഞ്ഞു തുടങ്ങിയില്ലേ, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. മാർത്ത പറഞ്ഞു. കർത്താവ് സഹതാപത്തോടെയുള്ള മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക. ഞാൻ കാണുന്നു ഇവിടെ വിശ്വസിച്ച അനേകം ദൈവമക്കളിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച അനേകർ ഇവിടെ ഇരിക്കുന്നു. അത്ഭുതങ്ങൾ വിശ്വസിച്ചവർ. ഭർത്താവിൻ്റെ മദ്യപാനം മാറുമെന്ന് വിശ്വസിച്ചു. മദ്യപാനം മാറിയതിൽ നിർവിച്ച് സന്തോഷിച്ച് ഭാര്യയും ഭർത്താവും കൂടെ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭർത്താവിൻ്റെ കോപം മാറുമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ കോപം മാറി, ഭാര്യയും ഭർത്താവും ഒരുമിച്ചപ്പോൾ സന്തോഷമായി ഒരുമിച്ച് ബസ്സിറങ്ങി നടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഭർത്താവ് മദ്യത്തിൻ്റെ ഗ്ലാസ് രാവിലെ തന്നെ ഒന്ന് പിടിപ്പിച്ചു കൊടുത്ത് വായിലോട്ട് ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ എഴുന്നേൽക്കൂ. കൈ വിറയ്ക്കും, കാരണം കൈ പിടിക്കാൻ നിർവാഹമില്ല. കൈ വിറച്ചുകൊണ്ട് ഭാര്യ കൊടുക്കുന്ന ആ ഗ്ലാസ് എണീക്കുന്നതിന് മുമ്പ് തന്നെ കിടക്കയിൽ കിടന്നുകൊണ്ട് ചെരിഞ്ഞ് ആ ഗ്ലാസ് വായോട് അടുപ്പിച്ച് ഇങ്ങനെ പിടിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കൈ വിറയ്ക്കുന്ന കൈ കൊണ്ട് വയ്യ അദ്ദേഹം താങ്ങും. എന്നിട്ട് വായിലോട്ട് അല്പം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അല്പം വീര്യമായി പിന്നെ എഴുന്നേൽക്കും. പിന്നീട് കൂടുതൽ കുടിക്കാം. ഇങ്ങനെ മദ്യപിച്ചിരുന്നവർ ഇന്ന് ബസ് ഇറങ്ങി ഓടിച്ചാടി നടന്നു വരുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എത്രയെത്ര അത്ഭുതങ്ങൾ നടക്കുന്നു ഇവിടെ. ജീവനുള്ള ദൈവം സ്വഭാവം മാറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. ചോദിക്കട്ടെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മദ്യപാനം മാറിയോ? നിങ്ങളുടെ അശുദ്ധ ജീവിതം മാറിയോ? നിങ്ങളുടെ അഴുക്ക് ബന്ധങ്ങൾ മാറിയോ? അഴുക്ക് ബന്ധങ്ങൾ ഞാൻ വായിച്ചത് എങ്ങനെയാണ്? എഴുതിയിരിക്കുന്നു, ഈ സ്വന്തം ഭർത്താവല്ലാതെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയല്ലാതെ വേറൊരാളുടെ ബന്ധം പുലർത്തുന്നവരെ അവരെ തൂക്കിക്കൊല്ലണം എന്ന് ഒരു ഉന്നതനായ വ്യക്തി പറഞ്ഞിരിക്കുകയാണ്. വിവാഹേതര ബന്ധങ്ങളിൽ പെടുന്നവരെ തൂക്കിക്കൊല്ലേണ്ടതാണ്. എന്താണ്? വിവാഹേതര ബന്ധങ്ങളിൽ പെടുന്നവരെ തൂക്കിക്കൊല്ലുവാൻ നിയമം ഉണ്ടാക്കണമെന്ന്. കാര്യം ഗൗരവമാണ്. ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം പരിശോധിക്കൂ. നിങ്ങൾ കാമഭ്രാന്ത് പിടിച്ച്, കോപഭ്രാന്ത് പിടിച്ച്, കലിഭ്രാന്ത് പിടിച്ച്, കക്ഷിഭ്രാന്ത് പിടിച്ച്, എന്താണ്, നിങ്ങൾ മതഭ്രാന്ത് പിടിച്ച്, സമുദായഭ്രാന്ത് പിടിച്ച്, സഭാഭ്രാന്ത് പിടിച്ച്, സ്നാനഭ്രാന്ത് പിടിച്ച്, ഇങ്ങനെയെല്ലാം സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കുന്ന ആളുകളില്ലേ? അനേകരിന്ന് സുബോധം നഷ്ടപ്പെട്ടവരെ പോലെ കഴിയുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ജീവിതത്തിൽ അഴുക്ക് പറ്റിയവർ, തെറ്റുപറ്റിയവർ ഇപ്പോൾ നിങ്ങൾ മനം തിരിയുമെങ്കിൽ നിങ്ങൾക്ക് സഹായം തരാൻ യേശുക്രിസ്തു വന്നിട്ടുണ്ട്. നിങ്ങൾ അരികത്തേക്ക് യേശു വരുന്നുണ്ട്. യേശുക്രിസ്തു ചീഞ്ഞ ദുർഗന്ധം വമിച്ച് കിടക്കുന്ന ലാസറിനെ ഉയർപ്പിക്കുവാൻ കല്ലറയ്ക്കൽ വന്ന ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. വേദപുസ്തകത്തിൽ ഒരേ സ്ഥലത്ത് മാത്രമേ യേശു ഉറക്കെ നിലവിളിച്ചു എന്ന് പറയുന്നുള്ളൂ. ആ ഭാഗം ഒന്ന് എടുക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. യേശു ഉറക്കെ വിളിച്ചു. പാതാളത്തിലേക്ക് എത്തത്തക്കവണ്ണം ആ ആത്മാവ് പാതാളത്തിലേക്ക് പോയിരിക്കുകയാണ്. പാതാളത്തിലേക്ക് പോയ ആത്മാവിനെ ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന്. ലാസറിനെ പേര് ചൊല്ലി വിളിച്ചില്ലായിരുന്നെങ്കിൽ പാതാളത്തിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളും ഉയർത്തെഴുന്നേറ്റ് പോയേനെ. അതുകൊണ്ട് ലാസറേ പുറത്തു വരിക എന്ന് ഒരാളെ പ്രത്യേകമായി യേശു വിളിച്ചു. കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് മാർത്ത് പറഞ്ഞപ്പോൾ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണുമെന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതം ഇനി ആശയ്ക്ക് വകയില്ല എന്നതുപോലെ, ഇനി കരയേറ്റമില്ല എന്നതുപോലെ നിങ്ങൾ അങ്ങ് ചീഞ്ഞളിഞ്ഞു പോയി എന്ന് വിചാരിച്ച് നിരാശ കൊണ്ടിരിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഈ കടം മാറുകയില്ല, ഇനി എനിക്കൊരു സ്വസ്ഥത കിട്ടുകയില്ല, ഞാൻ കടത്തിൽ മുങ്ങിപ്പോയല്ലോ, ഞാൻ എന്തിനു ജീവിക്കണം, ഉള്ള സൽപ്പേര് നശിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചാൽ പിന്നെ അതൊന്നും കേൾക്കണ്ടല്ലോ, കാണണ്ടല്ലോ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എന്തിനാണ് ഈ ഭാര്യ മർദ്ദിക്കുന്നത്? പാവം സ്ത്രീ എന്തിനാണ് തല്ലുന്നത്? ഞാൻ ഇവിടുത്തെ പുരുഷന്മാരോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളൊരു കാരണവശാലും നുള്ളി നോവിക്കരുത് കേട്ടോ. ഭാര്യയെ നോവിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. ഒരിറ്റ പോലും വേദന കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ കേൾക്കൂ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ആരും ചിന്തിക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം.
നിരാശ കൊണ്ട് ജീവിതമായിരിക്കാം, ചീഞ്ഞു പോയ ജീവിതമായിരിക്കാം, ഇനി ഇത് നന്നാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത ജീവിതമായിരിക്കാം. ഞാനുണ്ടോ എഴുന്നേക്കാൻ പോകുന്നു, അത്രയും വലിയ കൊടിയ പാവത്തിലല്ലേ ഞാൻ വീണത്. സകലരും അറിഞ്ഞു പോയില്ലേ എൻ്റെ പാവം. മുമ്പൊക്കെ ഡെഡ് ബോഡി കിടക്കയിൽ കിടന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്നില്ല, വേറെ ആർക്കും ഉപദ്രവമില്ല. ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോഴും വേറെ ആർക്കും ഉപദ്രവമില്ല. ഇപ്പോൾ ആളുകൾക്കെല്ലാം ഉപദ്രവമായി. എല്ലാവരും അറിഞ്ഞു, ഒരാൾ ചത്തിരിക്കുന്നു, അയാൾ ചീഞ്ഞിരിക്കുന്നു, സകലരും അറിഞ്ഞു. എൻ്റെ പാവം ലോകത്തിലെല്ലാം പ്രസിദ്ധമായി. എൻ്റെ പാവം എല്ലാവരും അറിഞ്ഞു. വീട്ടുകാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, കൂട്ടായ്മക്കാരറിഞ്ഞു, പള്ളിയിലറിഞ്ഞു, സഭയിലറിഞ്ഞു. ഞാനൊരു അറിയപ്പെട്ട പാവിയായി. മദ്യത്തിന് ദുർഗന്ധം ഒരു വശത്ത്, അശുദ്ധ ജീവിതത്തിന് ദുർഗന്ധം ഒരു വശത്ത്, വ്യഭിചാരത്തിൻ്റെ ജീവിതം ഒരു വശത്ത്. എൻ്റെ ദൈവമേ, വഴക്കും പിണക്കവും കലഹവും വൈരാഗ്യവും പകയും വിദ്വേഷവും പ്രതികാരചിന്തയും ഒരു വശത്ത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണ്? എല്ലാം ചീഞ്ഞ ദുർഗന്ധം വയ്ക്കുന്ന ജീവിതം. ചീഞ്ഞു പോയി, ഇനി ആശയ്ക്ക് വകയില്ല എന്നാരും വിചാരിക്കേണ്ട. സർവശക്തനായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഒന്നും അസാധ്യമായിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം അതാണ്. ഞാൻ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചെങ്കടൽ പിളർന്നവന് അസാധ്യമായിട്ടൊന്നുമില്ല. കർമ്മേലിൽ തീയിറക്കിയവന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. 3 വർഷം ഏലിയാവിൻ്റെ വാക്ക് കേട്ട് മഴ പെയ്യിക്കാതിരുന്നവന് അസാധ്യമായിട്ടൊന്നുമില്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യിച്ചവന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. യോർദാൻ വറ്റിച്ചവന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മാറയിലെ കയ്പുവെള്ളം മധുരമാക്കി തീർത്തവന് അസാധ്യമായിട്ടൊന്നുമില്ല. സ്നേഹിത, നീ ഇന്ന് അസാധ്യമെന്ന് ഓർത്ത് മനസ്സ് വിഷമിച്ച് ഉഷ്ണിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ നീ കേട്ടുള്ളൂ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിൻ്റെ അസാധ്യതകളിൽ സാധ്യതകൾ പകരാൻ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നിൻ്റെ ദുസ്വഭാവം മാറ്റാൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നിൻ്റെ കോപഭ്രാന്ത് മാറ്റുവാൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. മകളെ, നിൻ്റെ കലഹ സ്വഭാവം മാറ്റുവാൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ സമാധാനം തരുവാൻ, നിൻ്റെ മക്കളുടെ സ്വഭാവം മാറ്റാൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. മക്കളുടെ ദുസ്വഭാവം മൂലം നീ ഇന്ന് മനസ്സ് കലങ്ങിയിരിക്കുകയാണ്. മക്കളുടെ വളരെ ായ്മകൾ മൂലം നീ ഇന്ന് ഉള്ളു പതറിയിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സൽപ്പേര് പോയല്ലോ, എൻ്റെ ജീവിതം നശിച്ചല്ലോ, എനിക്കൊരു നല്ല കാലം ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞെങ്കിലും അത് കിട്ടിയില്ലല്ലോ. കർത്താവേ, ഇനി ആശയ്ക്ക് വകയില്ലല്ലോ, എല്ലാം തീർന്നു പോയല്ലോ. നിരാശയോടിരിക്കുന്ന ദൈവവേദനേ, നിൻ്റെ അരികിലേക്ക് യേശു ഇതാ വരികയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശു കല്ലറയ്ക്കൽ നിന്നു അവൻ നെടുവീർപ്പിട്ടു. അവൻ മേലോട്ട് നോക്കി. അവർ കല്ല് നീക്കിയപ്പോൾ അവൻ മേലോട്ട് നോക്കി. നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കല്ല് നീക്കണം. കല്ല് ഇനി അവിടെ ഇരിക്കണ്ട, നാം അത് ചെയ്യണം. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. വഴിയൊരുക്കി കൊടുക്കണം, കല്ല് മാറ്റിക്കൊടുക്കണം. യേശു അകത്തേക്ക് തലകീട്ടി ലാസറിനെ വിളിക്കണമെങ്കിൽ നീ കല്ല് നീക്കേണ്ടതാണ്. അത് നീയാണ് ചെയ്യേണ്ടത്. മകനെ, നിൻ്റെ ജീവിതത്തിൽ ചില കല്ലുകളുണ്ട്, ഇനിയും മാറാത്ത ചില കല്ലുകളുണ്ട്, ചില ദുസ്വഭാവങ്ങളുണ്ട്, ചില പ്രവണതകളുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, അഹങ്കാരമുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ ഇന്ന് സ്ഥാനമോഹമുണ്ട്, നിൻ്റെ ഹൃദയത്തിൽ ഇന്ന് ദ്രവ്യാഗ്രഹം അത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ചിലരോടുള്ള വിദ്വേഷം നിൻ്റെ ഹൃദയത്തിലുണ്ട്, ചിലരോടുള്ളതായ പിണക്കവും അശുദ്ധമായ ചിന്തകൾ നിൻ്റെ ഹൃദയത്തിലുണ്ട്, അഴുക്കായ ആഗ്രഹങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ കല്ലുകളെല്ലാം നീക്കാതെ യേശു പ്രവർത്തിക്കാൻ കഴിയില്ല. വേണമോ അത്ഭുതം നടക്കണമോ? കല്ല് നീക്കുവീൻ, എന്നാൽ യേശു പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. കല്ല് നീക്കി കൊടുക്കുക. മകളെ, ഏതിൻ്റെ ജീവിതത്തിൽ ചില കല്ലുകളുണ്ട്, എല്ലാ കല്ലും നീ മാറ്റിക്കൊടുക്കുക, കല്ല് നീക്കുക. യേശു അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയുണ്ട്, സ്തുതിയുണ്ട്. കല്ലറയ്ക്കൽ സ്തുതി തുടങ്ങി. യേശുനാഥൻ കല്ലറയ്ക്കൽ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കല്ലറയിലേക്ക് തല നീട്ടി. എൻ്റെ ദൈവമേ, യേശു വിളിച്ച ലാസറയെ പുറത്തു വരിക എന്ന്. ലാസറയെ പുറത്തു വരിക, പേര് ചൊല്ലി വിളിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളിരിക്കുന്നിടത്ത് വന്ന് യേശു നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നു. യേശു നിങ്ങളുടെ പേരറിയാം. യേശു നിങ്ങളുടെ വീടറിയാം. യേശു നിങ്ങളുടെ വീട്ടുപേരറിയാം. യേശു നിങ്ങളുടെ മാതാപിതാക്കളെ അറിയാം. നിങ്ങളുടെ മാതാപിതാക്കളെ യേശുവിനറിയാം. നിങ്ങളുടെ കുടുംബം യേശുവിനറിയാം. നിങ്ങളുടെ വീട് യേശുവിനറിയാം. നിങ്ങളുടെ പ്രശ്നം യേശുവിനറിയാം. നിങ്ങളുടെ ഭാരം യേശുവിനറിയാം. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ യേശുവിനറിയാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ലാസറേ, പുറത്തു വരിക. നിങ്ങളുടെ പേരറിയുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്ന് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നു. ലാസറേ, പുറത്തു വരിക. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഈ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി തലപൊക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവരെയും തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. എപ്പോഴോ ഇങ്ങനൊരു ശബ്ദം കേട്ടു.
കേട്ടു, ലാസറേ പുറത്തു വരിക. ഞാൻ ഞെട്ടി, ഞാൻ തല ഉയർത്തി നോക്കി. ആ സുവിശേഷകൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടുന്ന പോലെ എനിക്ക് തോന്നി, എന്നെ തന്നെ വിരൽ ചൂണ്ടുന്ന പോലെ തോന്നി. യുവാവേ എഴുന്നേൽക്കുക, പുറമേ അശുദ്ധിയില്ല, പുറമേ ദുർഗന്ധമില്ല, അകത്താണ് ദുർഗന്ധം. പുറമേ കുഴപ്പമില്ല, പുറമേ പാവമില്ല, പുറമേ നമസ്കാരമുണ്ട്, പുറമേ പ്രാർത്ഥനയുണ്ട്, പുറമേ പള്ളിയുണ്ട്, പുറമേ നോമ്പുണ്ട്. എന്നാൽ മകനെ, നിന്റെ ഹൃദയത്തിൽ അഴുക്കാണ്, ഹൃദയത്തിൽ അശുദ്ധി നിറഞ്ഞിരിക്കുന്നു. നീ എഴുന്നേറ്റ് വരിക, ലാസറേ എഴുന്നേൽക്കുക, ലാസറേ പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. അന്ന് ഈ ജീവിതം യേശു ഏറ്റെടുത്തു, അന്ന് ഈ ജീവിതം യേശു ഏറ്റെടുത്തു. മരിച്ച് ജീർണിച്ചു പോയ ഈ മനുഷ്യൻ്റെ ആത്മാവിനെ യേശു ജീവിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. മരിച്ചുപോയ ആത്മാവ് പാവം മൂലം മരിച്ചു പോയിരുന്നു, അശുദ്ധി മൂലം മരിച്ചു പോയിരുന്നു, മ്ലേച്ഛത മൂലം മരിച്ചു പോയിരുന്നു, ലോകസ്നേഹം മൂലം മരിച്ചു പോയിരുന്നു. ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ യേശു എന്നെ പേർ ചൊല്ലി വിളിച്ചു. അന്ന് ഈ ജീവിതം യേശുവിന് കൈമാറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവിതം യേശുവിന് കൈമാറി. സ്നേഹിത, നിൻ്റെ ജീവിതം ഇപ്പോൾ കൊടുക്കാമോ? യേശുവിന് കൈമാറാമോ? യേശു അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. യേശു നിന്നെ വിളിക്കുന്നുണ്ട്. നിൻ്റെ ജീവിതം കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ യേശു നിന്നെ സ്വീകരിക്കും, നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ആത്മാവിൻ്റെ മരണം മാറ്റും, ആത്മാവിൽ ജീവൻ തരും. നിനക്ക് ജീവൻ തരാൻ അവനിതാ കുരിശിൽ ജീവൻ പിടിച്ചിരിക്കുന്നു. നിനക്ക് ജീവൻ തരാൻ, നീ ഒരാൾക്ക് ജീവൻ തരാൻ യേശു കുരിശിൽ ജീവൻ പിടിച്ചിരിക്കുന്നു. മകളെ, നിനക്ക് ജീവൻ തരാൻ യേശു ജീവൻ കുരിശിന്മേൽ വെച്ചിരിക്കുന്നു. അവനെ നീ വിശ്വസിക്കൂ, അവനെ നീ വിളിക്കൂ. യേശുവേ എന്നോട് മനസ്സറിയണമേ, യേശുവേ എന്നെ തുടരണമേ, യേശുവേ എന്നിൽ കനിയണമേ, യേശുവേ എന്നെ ജീവിപ്പിക്കണമേ, ആത്മാവിൽ മരിച്ച് എനിക്ക് ജീവൻ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ നിങ്ങൾ അതിനെ സമർപ്പിക്കുമോ? പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുമോ? യേശുവേ ഇന്നു മുതൽ നിൻ്റെ വക അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താം. യേശുവിന് വേണ്ടി ജീവിപ്പാൻ, പുതിയ ജീവിതം നയിപ്പാൻ, പാവമില്ലാത്ത ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ പിടിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളെ പിടിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ പിടിക്കട്ടെ. യേശു പിടിച്ചാൽ രോഗസൗഖ്യമാണ്, യേശു പിടിച്ചാൽ അത്ഭുത സൗഖ്യമാണ്, യേശു പിടിച്ചാൽ അതിശയങ്ങളും അടയാളങ്ങളുമാണ്. യേശു കരത്തിൽ പിടിച്ചാൽ ഭൂതബാധ വിട്ടുപോകും, യേശു കരത്തിൽ പിടിച്ചാൽ ശാപദോഷങ്ങൾ മാറിപ്പോകും, യേശു കരത്തിൽ പിടിച്ചാൽ തലമുറയായി കടന്നു വരുന്ന എല്ലാ ശാപങ്ങളും നീങ്ങിപ്പോകും. യേശു കരത്തിൽ പിടിച്ചാൽ ശോഭനമായ ഭാവി ലഭിക്കും. സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഇതിന് മക്കളെ തൊട്ടതിനായി സ്തോത്രം, ഈ മക്കളുടെ കരത്തിൽ പിടിച്ചതിനായി സ്തോത്രം, എല്ലാവരെയും വാഴ്ത്തിയതിനായി സ്തോത്രം. മഹത്വം രക്ഷകനായ യേശുവിന് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.